എല്ലാവർക്കും എൻ്റെ വീഡിയോയ്ക്ക് സ്വാഗതം. പണി ചെയ്യുമ്പോ ശല്യപ്പെടുത്തരുതെന്ന്. നിനക്ക് എന്താ പണി വെച്ചാൽ അത് ചെയ്താ പോലെ. എന്താ ചെയ്യണ്ടേ? അതിന് വെള്ളമില്ലല്ലോ. എവിടെ നോക്കിയേ. ആ വെള്ളത്തിന് കളിക്കണ്ട, പനി വരും. പറഞ്ഞ കേട്ടില്ലേ? വടി കൊണ്ട് ഞാൻ വരും. പറഞ്ഞ കേൾക്കാത്തോട്ട് ഞാൻ ഒന്നും പറയാനില്ല. പോ. സൈക്കിൾ കഴുകണം, അത് കഴുകണം പറഞ്ഞിട്ട് പോയതാ. കുടു പണി ചെയ്യാനും തൊഴിലില്ല. അവിടെ എവിടെയും പോയി. കുടു ചെക്കനെ ഇവിടെ കാണാനില്ല. ഞാൻ കൊറേ നേരം നോക്കും. അല്ല, അവിടെ വണ്ടി കഴുകണ്ടായിരുന്നു. ഹലോ, അപ്പൊ എല്ലാവരും ഞങ്ങളുടെ കുഞ്ഞു വീഡിയോ കണ്ടു എന്ന് വിചാരിക്കണം. ഒന്നിപ്പോ പറയണ്ട, ഇങ്ങോട്ട് പറയും. അപ്പൊ കൂടുതലൊക്കെ നന്നായി അഭിനയിച്ചില്ലേ വീഡിയോയില്? ഇഷ്ടപ്പെട്ട സ്കിറ്റ്? ഒരു കുട്ടി വെള്ളം തുറന്നിരിക്കുന്നു, ഒരു അമ്മ ഇങ്ങനെ വെള്ളം ചെടിക്ക് കൊടുക്കുന്നു. അപ്പൊ ഞാൻ വെള്ളം എടുക്കടാ പറയുമ്പോ മോത്തിക്കാക്കും. അപ്പൊ മിണ്ടാണ്ടിക്ക്. അപ്പൊ ഞാൻ ഇത് പറയാം, ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാര്യം, അമ്മമാർ എത്ര തിരക്കിലാണെങ്കിലും കുട്ടികളെ ശ്രദ്ധിക്കുക. അവരത് ചെയ്യണു, ഇത് ചെയ്യണു, അവിടെ കളിക്കണു, വീടിന്റെ ഉമ്മറത്തല്ലേ, ആരും പിടിച്ചിട്ട് പോയില്ല എന്നൊക്കെ നമ്മൾ വിചാരിക്കും.
പക്ഷെ അങ്ങനെയല്ല, കുട്ടികളെ തന്നെ ഒരു സ്ഥലത്ത് വിടാണ്ടിരിക്കുക. ഇപ്പൊ കൊടു തന്നെ നോക്കുക, എനിക്ക് വണ്ടി കഴുകണം പറഞ്ഞിട്ട് പോയി അവിടെ നിന്ന് ഞാൻ എന്റെ പണികൾ കഴിഞ്ഞ് ഞാൻ അവിടെ എത്തുമ്പോ അവരെ കാണാനില്ല. ആര് പിടിച്ചിട്ട് പോയി? അപ്പൊ അങ്ങനെ ആരെങ്കിലും പിടിച്ചിട്ട് പോയി എന്ത് ചെയ്യണം? നമുക്ക് വായില്ലേ, വായി, അതുകൊണ്ട് കടിക്കുക. ഇങ്ങനെ പൊത്തിയാ എങ്ങനെയാ കടിക്കുക? അതുപോലെ കടിക്കുക. കയ്യില്ലേ, എവിടെ പിച്ചാൻ പറ്റ അവിടെയൊക്കെ പിച്ച നുള്ള. പിന്നെ കള്ളനായത് അമ്മയല്ലേ, അപ്പൊ അമ്മേനും ചെയ്യുന്നവൻ. അപ്പൊ കുട്ടികളൊക്കെ എല്ലാരും ശ്രദ്ധിക്കുക. ഇപ്പൊ കുട്ടികളെ പിടിക്കുന്ന ആൾക്കാര് രാവിലെ വീട് വന്ന് ചർച്ച ചെയ്ത് പോയിട്ട് കുട്ടികളെ പിടിച്ചുകൊണ്ട് പോകുന്ന ആൾക്കാർ വരുന്നുണ്ട്. തുണി വാങ്ങാനാണ് വൃദ്ധസനത്തിലേക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷ്ടം പോലെ ആൾക്കാർ വന്ന് പോകുന്നുണ്ട്. അപ്പൊ നമ്മൾ കുട്ടികളെ ശ്രദ്ധിക്കുക. അവരൊക്കെ ചിലപ്പോൾ രാവിലെ വാച്ച് ചെയ്തിട്ടാവും ഇവിടെ കുട്ടി ഇടുന്ന് മനസ്സിലാക്കിയതിന് ശേഷം ഇങ്ങോട്ട് വന്നിട്ട് ഇതുപോലെയൊക്കെ ചെയ്യണത്. അപ്പൊ ആളും തരമില്ലാണ്ടായ കുട്ടികൾ ഉറപ്പായിട്ടും പിടിച്ചിട്ട് പോകും. പിന്നെ നമ്മൾ അന്വേഷിച്ചിട്ടും കരഞ്ഞിട്ടും പോലീസിനെ അറിയിച്ചിട്ടൊന്നും കാര്യമില്ല. നമ്മൾ പറ്റിയ പോലെ കുട്ടികളെ സുരക്ഷ നമ്മൾ വീട്ടിൽ ഉറപ്പാക്കി കഴിഞ്ഞാൽ ഇതുപോലെയുള്ള അപകടങ്ങളൊക്കെ നമുക്ക് പരമാവധി ഒഴിവാക്കാം. അപ്പൊ ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക. അപ്പൊ ഞങ്ങൾ ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ട് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക. അത് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും